ഇത്തവണത്തെ +2 ഓണപരീക്ഷയ്ക്ക് 8 മാർക്കിന് വരാകുന്ന 4 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. യു ആർ ഇൻവൈറ്റഡ് ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ദ ഒക്കേഷൻ ഓഫ് സെലിബ്രേറ്റിംഗ് വേൾഡ് വിമൻസ് ഡേ ഇൻ ദ സ്കൂൾ അസംബ്ലി. Prepare the script of speech on the topic challenges faced by women in the modern society. മോഡേൺ സൊസൈറ്റിയിലെ സ്ത്രീകൾ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇത്തവണ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിട്ടില്ലേ? അപ്പോൾ വർക്ക് പ്ലേസിൽ എല്ലാ ഇൻഡസ്ട്രീസിലും വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ സ്കോപ്പ് കൂടുതലാണ്. അതേപോലെ തന്നെ യുവർ സ്കൂൾ ഓർഗനൈസസ് എ പാനൽ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് വുമൺ, ഫാമിലി ആൻഡ് നേഷൻ. യു ഓൾസോ പ്രസൻറ്റ് യുവർ വ്യൂസ് ഓൺ ദ ടോപ്പിക്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് യുവർ പ്രസൻറ്റേഷൻ. എന്ന് ചോദിച്ചാലും സെയിം സംഭവം തന്നെയാണ്, സ്പീച്ച് തന്നെയാണ്. വിമൻ, ഫാമിലി, നേഷൻ. സ്ത്രീകൾക്ക് ഫാമിലി കൊണ്ടുപോകുന്നതും നേഷന് വേണ്ടിയിട്ട് സ്ത്രീകൾ ചെയ്യുന്നതും സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ രണ്ടും ഏകദേശം സെയിം തന്നെ. ഒന്നിൽ ചലഞ്ചസ് ചോദിച്ചത്, അപ്പോൾ ചലഞ്ചസ് തന്നെ എഴുതണം. രണ്ടാമത്തേൽ സ്ത്രീകളുടെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വുമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്പീച്ച് എന്തായാലും ചോദിക്കാവുന്നതാണ്. ദെൻ രണ്ടാമത് 8 മാർക്കിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇതേപോലെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് തന്നിട്ട് ദ ലീഡിംഗ് ലോജിസ്റ്റിക് കമ്പനി ഇൻവൈറ്റ്സ് ആപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻറ്റ്. ഓഫീസ് അസിസ്റ്റൻറ്റ് ഏത് സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ളവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാണ്? പ്രിപ്പയർ എ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമി. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിന് 4 മാർക്കും റെസ്യൂമിക്ക് 4 മാർക്കുമാണ് വരുന്നത്. രണ്ടും കറക്റ്റ് ആക്കിയാലാണ് 8 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും നന്നായിട്ട് പഠിച്ചാൽ മതി. റെസ്യൂമി വളരെ സിമ്പിൾ അല്ലേ? ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിലാണ് കുറച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുള്ളൂ. രണ്ടും കൂടി പഠിച്ചാൽ 8 മാർക്ക് നമുക്ക് അവിടെ മിസ്സാകില്ല. പിന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, റീഡ് ദ പോയം ഗിവൺ ബിലോ, കമ്പയർ ദ പോയം വിത്ത് എനി വുമൺ ബൈ കാതറിൻ ടെനൻ. പോയം കമ്പാരിസൺ ചോദിച്ചേക്കാം. ഇതിപ്പോൾ റുദിയാദ് കിപ്ലിങ്ങിൻ്റെ മദർ ഓ മൈൻ എന്ന് പറയുന്ന പോയം തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെയിം ആയിട്ട് വരുന്ന ഒരു പോയം തന്നിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ പോയം നമ്മൾ അപ്രീസിയേഷൻ 4 പാരഗ്രാഫ്സ് തിരിച്ചല്ല എഴുതാറ്, 4 അല്ലെങ്കിൽ 5 പാരഗ്രാഫ് തിരിച്ചെഴുതാറ്. അപ്പോൾ ഈ 5 പാരഗ്രാഫ് എഴുതുമ്പോഴും അതിൽ 5 എണ്ണത്തിലും 2 പോയത്തെ പറ്റിയും ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ എഴുതേണ്ടത്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് 8 മാർക്കിന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്. അപ്പോൾ അത് എന്തായാലും പഠിച്ചു വെച്ചോളാം. നമുക്ക് ഓണം പരീക്ഷയ്ക്ക്, അതുപോലെ തന്നെ മെയിൻ എക്സാമിനും പിന്നീട് പബ്ലിക് എക്സാമിനും ഒക്കെ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലത്തെ 5 മാർക്കിനെയും 6 മാർക്കിനെയും ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ വീഡിയോസ് വേണമെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.